ഇന്ന് മലയാളത്തിൽ നിന്നല്ലാതെ അന്യഭാഷകളിൽ നിന്ന് 3 സിനിമകൾ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നല്ലോ. ഇപ്പോഴത്തെ 3 സിനിമകളുടെ അഭിപ്രായങ്ങൾ വന്നിരിക്കുകയാണ്. അതിൽ 2 തമിഴിൽ നിന്നാണ്. അതിൽ ആദ്യത്തെ സിനിമ വിജയ് ആന്റണി നായകനെത്തിയ റോമിയോ എന്ന സിനിമയാണ്. തെലുഗു ഭാഷയിലെ ലവ് ഗുരു എന്ന പേരിൽ കൂടി തിയേറ്ററുകളിലേക്ക് എത്തി ഫാമിലി എന്റർടൈനർ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ എബോ അവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകൾക്കിടയിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ ഒരു വിജയ് ആന്റണി സിനിമ കൂടിയായിട്ട് ഈ തമിഴ് സിനിമ മാറിയിരിക്കുകയാണ്. മറ്റൊരു തമിഴ് സിനിമയായിട്ട് ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയത് ഡിയർ ആണ്. ജി.വി. പ്രകാശ്, ഐശ്വര്യ രാജേഷ് തുടങ്ങിയവർ അഭിനയിച്ച സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ ഗുഡ് നൈറ്റിന്റെ ഫീമെയിൽ വെർഷൻ ആയിരിക്കുമെന്ന് ട്രെയിലർ കാണുമ്പോൾ തന്നെ വ്യക്തമായതാണ്. ഇപ്പോഴത്തെ സിനിമയ്ക്ക് ആദ്യ ദിവസം മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. നല്ലൊരു ഫീൽ ഗുഡ് കോമഡി റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയാണ് ഡിയർ എന്നാണ് സിനിമയെക്കുറിച്ച് ഇന്ന് വന്നിരിക്കുന്ന ആദ്യ പ്രതികരണങ്ങൾ. ഇന്ന് ബോളിവുഡിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ 2 സിനിമകളിൽ ഒന്നാണ് മൈതാൻ. അജയ് ദേവ്ഗൺ നായകനെത്തിയ സിനിമ ഒരു ബയോപിക് സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചിത്രത്തിന് നേരത്തെ തന്നെ പ്രിവ്യൂ ഷോ റിപ്പോർട്ടുകളിൽ നിന്ന് പോസിറ്റീവ് ആയിരുന്നു ലഭ്യമായത്. ഇപ്പോഴത്തെ റെഗുലർ ഷോയ്ക്ക് ശേഷവും മികച്ച അഭിപ്രായങ്ങളാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 3 മണിക്കൂറിലധികം ദൈർഘ്യമുള്ള സിനിമയിൽ ആവശ്യത്തിലധികം ലാഗ് എല്ലാം തന്നെ ഉണ്ട് എന്നൊരു നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ പോലും സിനിമ മികച്ചൊരു എക്സ്പീരിയൻസ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ അവസാനത്തെ 45 മിനിറ്റിന് നല്ല അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് ലഭ്യമായിരിക്കുന്നു എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെ ഇന്ന് ഏപ്രിൽ 11 ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ബഡേമിയാൻ, ചോട്ടേമിയാൻ ഒഴികെയുള്ള മോളിവുഡിൽ നിന്ന് അടക്കമുള്ള സകല സിനിമകൾക്കും മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. ഇന്ന് അതിരാവിലെ ആദ്യം പ്രദർശനം ആരംഭിച്ച് ആദ്യം പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്ത വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ആ നല്ല അഭിപ്രായങ്ങൾ പലരെയും നല്ല രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ സിനിമ മോശം അഭിപ്രായങ്ങൾ നേടിയെടുക്കും, മറ്റൊരു ക്രിഞ്ച് സിനിമയായിട്ട് മാറും, വിനീത് ശ്രീനിവാസന്റെ മോശം സിനിമയായിട്ട് മാറും എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളും നിവിനും ഒപ്പം തന്നെ പ്രണവിനും എതിരായിട്ടുള്ള ഹെയ്റ്റ് കമന്റുകൾ, പോസ്റ്റുകൾ വരെ നമുക്ക് കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വല്ലപ്പോഴും സിനിമകൾ ചെയ്യുന്ന പ്രണവിന് വരെ ഇവിടെ ഹേറ്റേഴ്സ് ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ ഈ പറഞ്ഞ പ്രമുഖ ഡിഗ്രേഡേഴ്സിന് വലിയ രീതിയിൽ മറുപടികൾ നൽകാനായിട്ട് സിനിമയ്ക്ക് ആകട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. അപ്പോൾ കാത്തിരിക്കൂ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ വർഷങ്ങൾക്ക് ശേഷം ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.